വളരെ കൗതുകകരമായൊരു വാർത്ത രാജസ്ഥാനിൽ നിന്നാണ്. രാജസ്ഥാനിലെ ബൻസ്വാഡ ജില്ലയിലെ സോദ്ല ഗുഡ എന്ന് പറയുന്ന ഒരു ഗോത്രവർഗ ഗ്രാമം. ആ ഗ്രാമത്തിലുള്ള ആളുകൾ മുഴുവൻ ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയവരായിരുന്നു. അവർ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് അവരുടെ പഴയ മതത്തിലേക്ക്, ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. വനവാസികൾ അവരവരുടെ പള്ളിയായിരുന്നു. ആ പള്ളി ഒരു ക്ഷേത്രമാക്കി അവിടെ ഭൈരവ പ്രതിഷ്ഠ നടത്തി. അതുകൂടാതെ ഗൗതം ഗരാസിയ എന്ന് പറയുന്ന ആ പള്ളിയിലെ പുരോഹിതൻ ആ ക്ഷേത്രത്തിൻ്റെ പൂജാരി ആയിരിക്കും എന്നും പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം സ്വന്തം സ്ഥലത്ത് എല്ലാവരുടെ മതം മാറാൻ തീരുമാനിച്ചപ്പോൾ ഗൗതം ഗരാഠിയ അദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥലം വിട്ടുകൊടുത്താണ് പള്ളി ഉണ്ടാക്കിയത്. ആ പുള്ളി ഭൈരവ ക്ഷേത്രമാക്കി. അദ്ദേഹം പ്രീസ്റ്റ് പൂജാരിയുമായി. അപ്പോൾ പോലീസൊക്കെ എത്തി, വലിയ ആക്ഷേപമൊക്കെ ഉണ്ടായി, പരാതി വന്നു, കൂട്ടത്തോടെ മതം മാറ്റി, ക്രൈസ്തവരെ മതം മാറ്റി എന്നാണ് പരാതി വന്നത്. ബൻസാര SP പറയുന്നത്, ഞങ്ങൾ അന്വേഷിച്ചു, അവിടുത്തെ പ്രീസ്റ്റ് ആയിരുന്ന ഇപ്പോഴത്തെ പൂജാരിയുടെ വരെ ചോദിച്ചു പറഞ്ഞു, ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഹിന്ദുമതം വിട്ടുപോയി, ക്രിസ്ത്യാനികളായി, ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നി അത് വേണ്ട, ഞങ്ങൾക്ക് പഴയ മതത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് തോന്നി, ഞങ്ങൾ തിരിച്ചു പോയി. അതിനിപ്പോൾ എന്താ കുഴപ്പം? അല്ല കുഴപ്പമുണ്ടോ? എന്തു കുഴപ്പം? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മൂലമതത്തിലേക്ക് തിരിച്ചുപോയി. അതാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. ഈ ഇന്ത്യയിലുടനീളം നമ്മൾ നോർത്ത് ഈസ്റ്റൊക്കെ പ്രത്യേകിച്ച് നോക്കിയാൽ ഈ ഗോത്രവർഗങ്ങൾക്കിടയിലാണ് മതം മാറ്റത്തില്. നാഗാലാൻഡിലൊക്കെ 95-99% ആദിവാസിയും മതം മാറ്റപ്പെട്ടു. അതെന്താ നോർത്ത് ഈസ്റ്റിൽ മുഴുവൻ അങ്ങനെയാണ്. ഒരു കാലത്ത് ഞാൻ ഈ എൽവിൻ എന്ന് പറഞ്ഞ ആള് വലിയ നരവംശ ശാസ്ത്രജ്ഞനാണ്. അങ്ങനെയാണ് ഈ സിലബസിലൊക്കെ അങ്ങനെയാണല്ലോ വരിക. വെറിയർ എൽവിൻ എന്ന് പറഞ്ഞൊരാൾ. ഈ പ്രേക്ഷകരും ഈ വെറിയർ എൽവിൻ എന്ന് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ പല ആളുകളും ഇയാൾ വലിയ നരവംശ ശാസ്ത്രജ്ഞനാണ്, ആന്ത്രോപോളജിസ്റ്റാണ്, വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ് എന്നൊക്കെ വായിച്ച് ഞാനും പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇയാൾ എഴുതിയിട്ടുള്ളത്. ഇയാൾ വലിയ പുള്ളിയാണെന്നൊക്കെ നമ്മൾ ഈ സിലബസിലൊക്കെ വായിക്കുന്നത് ഒക്കെ വെച്ചിട്ട്. ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നരവംശ ശാസ്ത്രം എന്ന വ്യാജേന ഇയാൾ സത്യത്തിലൊരു മിഷനറി പ്രവർത്തനമാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ നരവംശ ശാസ്ത്രമാണല്ലോ ശരിക്കും ഇത് പഠിക്കുന്നത്. ഗോത്രവർഗം എങ്ങനെ, എന്ത്, ഏത്, ഇവരുടെ പരിപാടികൾ എങ്ങനെ എന്ന് വെച്ചിട്ട്. ഈ വെറിയർ എൽവിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഈ ഗോത്രവർഗങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ട് അവരെ മതം മാറ്റുക എന്നുള്ള പരിപാടിയാണ്. പക്ഷേ ഈ നരവംശ ശാസ്ത്രത്തിൻ്റെ മുഖം മൂടി വെച്ചിട്ടാണ്. അപ്പോൾ ഈ പരിപാടികൾ ഈ നോർത്ത് ഈസ്റ്റിൽ വലിയ പേരായിരുന്നു ഇദ്ദേഹത്തിന്. ഈ മദർ തെരേസയെ നമ്മൾ ഇവിടെ പല ആളുകളും കൊണ്ടാടുന്നില്ലേ, ശരിക്കുള്ള കാര്യങ്ങളൊക്കെ അറിയാതെ. അതുപോലെ വെറിയർ എൽവിനെ കൊണ്ടാടിയിട്ടുണ്ട് നമ്മളൊരു കാലത്ത് ഇന്ത്യയിൽ. സ്റ്റാമ്പ് ഇറക്കുക തുടങ്ങിയ പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതായിരുന്നു പരിപാടി. അവിടെയൊക്കെ നോർത്ത് ഈസ്റ്റ് മുഴുവൻ ഇങ്ങനെയാണ് വന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരുപാട് സ്ഥലങ്ങളിലെ ഗോത്രമേഖലകളിൽ. കാരണം ഗോത്രമേഖലകൾ എപ്പോഴും ഹിന്ദുക്കളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് ഇവർ നിൽക്കണം എന്നിവർ ആഗ്രഹിക്കുന്നു. അങ്ങനെയും ആഗ്രഹിച്ചു. അങ്ങനെ ഇവിടെ ദ്രാവിഡ എന്ന് പറയുന്നത് വേറെ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് തിയറിയൊക്കെ കൊണ്ടുവന്നിരുന്നു. ഈ 18-ാം നൂറ്റാണ്ടിൽ 19-ാം നൂറ്റാണ്ടിലൊക്കെ തിരുവിതാംകൂറിൽ വന്ന മിഷണറിമാരും ഒക്കെ നാഗർകോവിൽ ആ ഭാഗത്തുമൊക്കെ ആളുകളെ മാറ്റാനുമൊക്കെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ തിയറികളൊക്കെ കൊണ്ടുവന്നിരുന്നു. ഇവരുടെ ഭാഷ, ഇവരുടെ ആചാരങ്ങൾ ഇതൊക്കെ തനതാണ്, വേറിട്ടതാണ്, ഇവർ ഹിന്ദുക്കളല്ല എന്ന് അവരെ തന്നെ പാവങ്ങളാണല്ലോ, ഇല്ലിറ്ററേറ്റ്സും ഒക്കെയാണ്. പക്ഷേ അവരുടെ ഉള്ളിൽ അവരുടെ ഒരു ബോധം കിടപ്പുണ്ട്. അതുകൊണ്ട് അവർ അമ്മേ ദേവി, അയ്യപ്പ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അവർക്ക് അവരുടേതായ ആചാരങ്ങളും സംഗതികളും ഒക്കെ. കാരണം അവര് ഇപ്പോ നമ്മൾ ഈ ജാതി അയിത്തമൊക്കെ പറയുമ്പോൾ ഇത് സവർണരും അവർണരും തമ്മിലാണെന്നാണ് പൊതുവെ മാർക്സിസ്റ്റുകൾ പറയുക. അങ്ങനെയൊന്നും അല്ലല്ലോ. അവർണർക്കിടയിൽ അവരുടേതായ തരംതിരിവുകളും ജാതിയും. നായർ വിഭാഗത്തിന് വെളുത്തെടുത്ത് നായർ, വെളുത്തെടുത്ത് പിള്ള, ഇങ്ങനെ എന്തെല്ലാം ഉണ്ട്. ഈഴവർക്കിടയിൽ ഈഴവാത്തി, തണ്ടാന്മാർ, ഇങ്ങനെ പലതരത്തിലുള്ള വിഭജനങ്ങൾ. ജനങ്ങൾക്കിടയിൽ പുലയർക്കിടയിലുണ്ട്, അവരുടേതായ എത്തങ്ങളുണ്ട്. നമ്പൂതിരിമാർക്കിടയിൽ ഉണ്ട്. നമ്മൾ വരുന്ന ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞ പൊതു കാറ്റഗറിയിൽ വരുന്ന പരസ്പരം അകൽച്ചയുള്ളവർ പോലും ഉണ്ട്. അതുപോലെ എല്ലായിടത്തും ഉണ്ട്. ഭട്ടതിരി, എമ്പ്രാന്തിരി, അല്ലേ? അതെ, ഇതൊക്കെ വേറെ വേറെ അല്ലേ? ഞാനീ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരിക്കും ഈ
രൂഢമൂലമായിരിക്കുന്നത് ജാതിയേക്കാൾ കൂടുതൽ ഈ ഗോത്ര സ്വഭാവമാണ്. അതെ, അവരുടെ ദേവി ദേവൻ എന്ന് പറഞ്ഞാൽ അവര് ശരിക്കും ആരാധിക്കുന്നത് അവരുടെ പൂർവ്വ പിതാക്കളെയാണ്. അതാണ്. അതായത് ഇതൊന്നും ഈ പറയുന്ന അവാന്തര വിഭാഗങ്ങളൊന്നും വേറെ ജാതികളല്ല, ഉച്ചനീചത്വം വെച്ചുമല്ല, അവരുടെ ചില വിശ്വാസധാരകളുടെ ഭാഗമായിട്ട് പോകുന്നതാണ്. അങ്ങനെയല്ലേ? അങ്ങനെയാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് അവർക്ക് ഒരു ഘട്ടത്തിൽ മനസ്സിലാവുകയാണ് ഇവരുടെ അജണ്ട വേറെയാണ്. അല്ല, നമ്മൾ ഈ ബ്രാഹ്മിൻസിൻ്റെ കാര്യം തന്നെ എടുത്ത സാധാരണ ബ്രാഹ്മൺസും ഗൗഡസ്വാരസ്വതരും, ഒരാളും അദ്വൈതാചാര്യരെ കാണുന്നു, മറ്റൊരു ശങ്കരനെ കാണുന്നു, അല്ലേ? ദ്വൈതവും അദ്വൈതവും. എന്നാൽ ഇത് രണ്ടും ഈ രണ്ട് വിശ്വാസധാരകളുണ്ടെങ്കിൽ ബേസിക്കലി ഇവരെല്ലാം ഹിന്ദുക്കൾ തന്നെയാണ്. എല്ലാം ഹിന്ദുക്കളാണ്. അപ്പൊ പിന്നെ ദ്വൈതവാദികൾ ആചാരങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിനെയാണ് ഇവരൊക്കെ പറഞ്ഞിട്ട് വലിയ ജാതിയാണ്, തമ്മിൽ കണ്ടാൽ കൊല്ലുന്നവരാണ് എന്നൊക്കെ പറയുന്നത്. ഈ കൂട്ടത്തിലുള്ള ജാതികളുടെ കാര്യങ്ങൾ പറയാൻ ഈ ചിലർ ഈ വിവാഹ സദ്യക്ക് രസം രണ്ടാമത് വിളമ്പുമായിരിക്കും, ആദ്യം അത്രേ ഉള്ളൂ. ഇതുപോലെയൊക്കെയുള്ള വ്യത്യാസമാണ്. അതെ അതെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ ഗോത്ര സ്വഭാവം ഒരിക്കലും മനുഷ്യരിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. അതാണ് എനിക്കിത് കേട്ടപ്പോൾ ആദ്യം തോന്നിയത്. ഇപ്പോൾ ഈ നമ്മുടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, സാർ പറയാൻ വന്ന് പൂർത്തിയാക്കും. അതായത് നമ്മുടെ നാട്ടിലെ ഈ മാണിക്യവാസകരുടെ ഒരു കഥ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ആദ്യത്തെ ഗർഭാബസിയുടെ ആളാണ് അദ്ദേഹം. അദ്ദേഹം യേശുവിന് മുമ്പുള്ള ആളാണല്ലോ, അങ്ങനെയാണ് കൂടുതൽ വിശ്വാസം. അപ്പോൾ അദ്ദേഹം വൈക്കത്തും തൃപ്പൂണിത്തുറയിലും ഒക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം അപ്പുറത്ത് വന്നിട്ട് കുറേ ആളുകളെ ആ കാലത്ത് ക്രിസ്ത്യാനികളായി പോയവരെ, ഏതോ കാലത്ത് അപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നത് അതിന് മുമ്പായിരിക്കില്ല, ക്രിസ്തുവിന് ശേഷം ജീവിച്ചായിരിക്കണം. കാരണം മണിഗ്രാമം എന്ന് പറഞ്ഞ കച്ചവട സംഘത്തിലൊക്കെ പെട്ട് കുറേ നായന്മാർ ക്രിസ്തു മതത്തിൽ ചേർന്നിരുന്നു ക്രിസ്ത്യാനികളായിട്ട്. ഇദ്ദേഹം മധുരയിൽ നിന്ന് കുതിരകളെ വാങ്ങിക്കാനായിട്ട് ആ കാലത്ത് ഇവിടെയൊക്കെ വരുമായിരുന്നു എന്നാണ് പറയുന്നത്. വൈക്കത്തൊക്കെ വരുമായിരുന്നു. അങ്ങനെ വരുന്നൊരു സമയത്ത് ഈ മണിഗ്രാമത്തിൽ ചേർന്ന് ക്രിസ്ത്യാനികളായ നായന്മാരെ അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ആ ഗർഭാബസി വളരെ കാലം മുമ്പുള്ളതാണ്. ഇതിപ്പോൾ പള്ളി തിരിച്ച് ക്ഷേത്രമായതാണല്ലോ. ശക്തൻ തമ്പുരാൻ എന്ത് തോന്നിയാസം കാണിക്കാൻ ഉണ്ടായിരുന്ന ആളല്ലല്ലോ. തൃശ്ശൂരിൽ അദ്ദേഹം ഒരു ക്ഷേത്രം ഒരു പള്ളിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അതേത് ക്ഷേത്രം? അത് മറ്റേ ഇതിന്റെ ക്രിസ്ത്യൻ പള്ളി ഇപ്പോഴും ഉണ്ടത് ആ ഭാഗത്ത്. അല്ല, കുന്നംകുളത്തിന്റെ അടുത്ത്. ശക്തൻ തമ്പുരാൻ്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്. നമ്മൾ കൊച്ചിയിൽ സംസാരിക്കുമ്പോൾ ആലോചിക്കുന്നതാണ്. എവിടെയോ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ വലിയ കൊള്ള നടത്തി, കൊള്ളയും ബലാത്സംഗവും ഒക്കെ നടത്തി. ആരാണെന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല. ഓരോ ദിവസവും 25-30 പേരെ ശക്തൻ പിടിച്ചുകൊണ്ട് വരും. പിടിച്ചുകൊണ്ട് വന്നിട്ട് വള്ളത്തിൽ കയറ്റി കൊച്ചിയിലെ, നമ്മളിപ്പോൾ കാണുന്ന കൊച്ചിയിലെ കപ്പൽ ചാലിൽ കൊണ്ടുപോകും. കപ്പൽ ചാലിൽ കൊണ്ടുപോയിട്ട് ഇവരുടെ കഴുത്തിൽ കുടം കെട്ടിത്തൂക്കിയിട്ട് കടലിൽ താഴ്ത്തും. അങ്ങനെ 1 ദിവസം 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോൾ മതത്തിലെ നേതാക്കന്മാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ യഥാർത്ഥ പ്രതികളെ പിടിച്ചു തരാം. അങ്ങനെ വരെ ചെയ്യുന്ന ആളായിരുന്നു ശക്തൻ. അയ്യോ, അമ്മൂമ്മയുടെ ശ്രാദ്ധത്തിന് ശർക്കര കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ദേവരേശ കിണി എന്ന് പറഞ്ഞ കൊങ്ങിണിയായ ഏറ്റവും വലിയ കച്ചവടക്കാരനെ മട്ടാഞ്ചേരിയിൽ കൊന്നത്. അത് പനങ്ങാട്ടിൽ നിന്നുള്ള ഒരു വലിയ തറവാട് കുടുംബത്തിൽപ്പെട്ട ആളാണ് പോയി ശക്തൻ തമ്പുരാന് വേണ്ടി ഇത് ചെയ്തത്. ശരിക്കും എന്താ സംഭവം? ശർക്കര, അതായത് ശ്രാദ്ധത്തിന് ചടങ്ങുകളുണ്ടല്ലോ, ഈ സദ്യ ഒരുക്കണ്ടേ, അപ്പൊ പലതരം ഇതൊക്കെ വേണ്ടേ. അപ്പൊ ഈ ദേവരേശ അമ്മൂമ്മയുടെ ദേവരേശക്കിണി ഇത് ഭയങ്കര കഥയത്. മട്ടാഞ്ചേരിയിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനാണ് അദ്ദേഹം. മറ്റേ പെർസിക്യൂഷന്റെ കാലത്ത് ഗോവയിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട വലിയ ആളുകൾ അഡ്വക്കേറ്റുമാരൊക്കെ ആയിട്ടുണ്ട്. അശോക് കിണി എന്നുള്ള പേര്. അപ്പൊ ഈ മറ്റേ ദേവരേശ കിണിയുടെ ആണ് ഏറ്റവും വലിയ പണ്ടകശാല. അങ്ങോട്ട് ഈ പനങ്ങാട്ട് നിന്നുള്ള ഒരാളാണ് ഈ നാവിക ഈ ഭാഗത്തെ വള്ളത്തിലൊക്കെ പോയി കൈകാര്യമൊക്കെ ചെയ്യുന്നത്. പുള്ളി ശർക്കര ചോദിച്ചു, ശക്തൻ തമ്പുരാൻ ചോദിച്ചു ദേവരേശക്കിണിയോട്, ഇത്ര കണ്ടി ശർക്കര ശ്രാദ്ധത്തിന് ആവശ്യമുണ്ട്. ദേവരേശക്കിണി കൊടുത്തില്ല, രാജാവ് ചോദിച്ചിട്ട് കൊടുത്തില്ല. അപ്പൊ അതിനാണ് ഈ പനങ്ങാട്ട് നിന്നുള്ള ആ നാവികനെ വള്ളത്തിൽ അയച്ചിട്ട്
ഒരു കൂട്ടക്കൊല പോലെയാണ് ആ പണ്ടകശാലയിൽ നടക്കുന്നത്. മട്ടാഞ്ചേരിയിലായിരുന്നു പണ്ടകശാല. അതെ, അത് ശരി. എന്നിട്ട് ആ കൊല നടത്തിയ ആൾക്ക് പിന്നെ എന്തോ കുഴപ്പമൊക്കെ വരുന്നു പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ക്ഷേത്ര പനങ്ങാട് ഭാഗത്തുണ്ട് പിന്നീട് കുടിയിരുത്തിയത്. ഏതായാലും ഞാൻ നമ്മുടെ വിഷയത്തിൽ നിന്ന് വഴിമാറിപ്പോയെങ്കിലും ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇപ്പോൾ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ മതം മാറി. ഇപ്പോൾ ഈ മതം മാറ്റം തന്നെ സംഘടിതമായി നടത്തുന്നതോട് എനിക്ക് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ദൈവം എന്ന് പറയുന്ന ആൾ സർവശക്തനാണ്. അദ്ദേഹത്തിന് ആളെണ്ണം കൂടിയാലേ അദ്ദേഹത്തിന് ശക്തി കൂടുകയുള്ളൂ എന്ന് കരുതുന്നത് എത്ര വലിയ മൗഢ്യമാണ്. അപ്പോൾ സ്വമേധയാ ആളുകൾ വിശ്വസിക്കട്ടെ, വിശ്വാസം ത്യജിക്കട്ടെ, നിരീശ്വരരാവട്ടെ, വേറെ മതങ്ങളിലേക്ക് പോകട്ടെ, അതൊക്കെ വ്യക്തിപരമായ കാര്യമാണ്. ആസൂത്രിതമായുള്ള മതം മാറ്റം ഒരു ശരിയായ നടപടിയല്ല. നിർബന്ധിച്ചോ സമ്മർദ്ദത്തിന് വഴങ്ങിയോ പ്രലോഭിപ്പിച്ചോ അജ്ഞത ചൂഷണം ചെയ്തോ മതം മാറ്റുന്നത് ശരിയല്ല. പക്ഷേ ഇതിനകത്തൊരു വലിയ പ്രശ്നം വെച്ചാൽ ഈ ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ടവരോ ദളിതരോ മതം മാറിയാൽ അവർക്ക്, ഉദാഹരണത്തിന് ക്രിസ്ത്യാനികളായിക്കഴിഞ്ഞാൽ അവർക്ക് മറ്റ് ക്രിസ്ത്യാനികളുടെ സ്റ്റാറ്റസ് കിട്ടുന്നുണ്ടോ? ഇല്ല. ദളിത് ക്രൈസ്തവർ എന്നാണ് എപ്പോഴും വിളിക്കുന്നത്, അല്ലേ? പരിവർത്തിത ക്രൈസ്തവർ എന്നാണ് വിളിക്കുന്നത്. അപ്പോഴും അവർ ആ പുറംപോക്കിൽ തന്നെയാണ്, ആ ജാതീയമായ അയിത്തം. അപ്പോൾ ഒരു ദളിത് ക്രൈസ്തവനായി മതം മാറിയ, ഒരു ദളിത് വിഭാഗത്തിൽ മതം മാറിയ ഒരാൾക്ക് റോമൻ കാത്തലിക്കിന്റെ വീട്ടിൽ പെണ്ണ് കിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു വയലാറിന്റെ ഒരു കവിതയാന്ന് തോന്നുന്നു. ഒരു പറയൻ മതം മാറിയിട്ട് ഇത്താപിരിയായി. അയാളെ പിന്നെ നാട്ടുകാർ വിളിച്ചിരുന്നത് പറയൻ ഇത്താപിരി എന്നാണ്. ഇതാണ് പ്രശ്നം. അപ്പോൾ പിന്നെ ഈ മതം മാറ്റം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഒരുപക്ഷെ നമ്മുടെ സോത്തലാഗുഡയിലെ ആദിവാസികൾക്ക് മനസ്സിലായി കാണും, ഞങ്ങൾ മതം മാറിയാലും ഞങ്ങൾ റോമൻ കാത്തലിക്കോ. പിതൃസ്മരണയില്ലേ സുനിലേ? അതാണ് അവരുടെ ഈ ഗോത്രം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അവരുടെ ഗോത്ര പിതാക്കന്മാരെയാണ് അവരെപ്പോഴും ഓർക്കുന്നത്. അതെ, ഇത് ലോകത്ത് പല സ്ഥലത്തും അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ അരുണാചൽ പ്രദേശിനെ പറ്റി എപ്പോഴും ചൈന ഞങ്ങളുടേതാണെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഉറങ്ങുന്ന അവിടെയാണെന്നാണല്ലോ അവര് വൈകാരികമായിട്ട് ഈ നമ്മുടെ സ്ഥലം പിടിച്ചെടുക്കാൻ വേണ്ടി പറയുന്ന. ഇതാണെന്ന് മാർക്സിസ്റ്റ് മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറഞ്ഞുകൊണ്ടിരുന്നത്, അവരുടെ പൂർവ്വപിതാക്കളുടെ സ്ഥലം. ഈ റാവുത്തറെ കുറിച്ച് പറയുമ്പോൾ മറ്റേ അടുപ്പുകൂട്ടി ചർച്ചിലെ റാവുത്തറെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത്. റാവുത്തർ എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ചാണ്, പത്തനംതിട്ട ഭാഗത്തൊക്കെ ഉള്ളതാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ളവർ. അവർക്ക് മലബാറിൽ നിന്ന് പെണ്ണ് കിട്ടത്തില്ല, കിട്ടത്തില്ല. കാരണം ഇവർ തമിഴാന്നാ പറയുന്നത്. ഇപ്പോൾ റാവുത്തർമാർ എത്ര ഉറക്കം കൂട്ടിയാലും മെയിൻ സ്ട്രീം മുസ്ലിങ്ങൾ അവരെ കൂട്ടുന്നില്ല. മുസ്ലിങ്ങൾക്കിടയിൽ 10-50 ജാതി. അതെ, സമീപകാലത്ത് ഇന്ത്യൻ എക്സ്പ്രസിൽ 5-6 മാസം മുമ്പ് ഹിന്ദുക്കളിലുള്ളതിനേക്കാൾ കൂടുതൽ. അതെ, 5-6 മാസം മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു വാർത്ത വന്നു. നമ്മൾ മാത്രമേ അതെടുത്ത് വെച്ച് ചർച്ച ചെയ്തു. ചങ്ങനാശ്ശേരി പുതൂർപ്പള്ളി അതിപ്രശസ്തമായ പള്ളിയാണ്. ഞാൻ അവിടെ തൊട്ടടുത്ത് NSS പഠിച്ചുകൊണ്ട് എനിക്കറിയാം. അതിന്റെ വാക്ക് കൂടെ ആ ചുറ്റവട്ടത്തും ചന്ദനക്കുളം ഒക്കെ അവിടെ പള്ളി കമ്മിറ്റി മീറ്റിംഗിൽ ഒസാനായ ഒരാൾ പങ്കെടുത്ത് ഒപ്പിട്ടതിന്റെ പേര് വലിയ പ്രശ്നം ഉണ്ടായി. നീ എന്തിനാ യോഗത്തിൽ പങ്കെടുത്തത്? നീ ആരാ അതിനകത്ത് പങ്കെടുക്കാൻ? നീ വേണമെങ്കിൽ മാറി നിൽക്കുക, നീ ഒസാനാണെന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ വഖഫ് ട്രിബ്യൂണലിലെ മറ്റോ കേസുണ്ട്. അതെ, ഇപ്പോഴും തീർന്നിട്ടില്ല. അതെ, അവർക്കിടയിൽ ഇഷ്ടം പോലെ ജാതികളുണ്ട്. അപ്പോൾ മതം മാറിയാൽ ജാതി ഇല്ലാണ്ടാവും, മറ്റുള്ളവർക്ക് തുല്യമാകും എന്നൊക്കെ പറയുന്ന കളവാണെന്ന് തിരിച്ചറിഞ്ഞവരായിരിക്കാം. പണ്ട് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുമ്പോൾ അവരുടെ ചാർട്ടറിൽ മതം മാറ്റം കൂടി എഴുതി കൊടുത്തിരുന്നു. പക്ഷെ ഇന്ത്യയിൽ ഈ മതം മാറ്റം എളുപ്പമല്ല. കാരണം ഹിന്ദു മതത്തിന്റെ ആന്തരിക ശക്തി ഒന്ന് വേറെയാണ്. ഈ പ്രശ്നങ്ങളായി ഗോത്ര ആ സാധനം കിടക്കുന്നതുകൊണ്ടാണ് അത് നടക്കാത്തത്. പിന്നെ കച്ചവടം മാത്രം മതി എന്ന് തീരുമാനിച്ചു. കാരണം മറ്റേ മങ്ക് റെബല്യനൊക്കെ ഉണ്ടായില്ലേ സന്യാസിലെ കൽക്കട്ടയിൽ നിന്നാണല്ലോ, അന്ന് കൽക്കട്ടയാണ് ആസ്ഥാനം. അവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പല ആളുകളെയും കൊന്നു കളഞ്ഞു. ശരിക്കും ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം ഈ സന്യാസിമാരുടെ ലഹളയാ. 1857 മംഗൾ പാണ്ഡെയുടെ പേര് നമ്മൾ കേൾക്കുന്നത്. അതിനു മുമ്പ് നടന്നതാണ്. അതിനു മുമ്പ് ധാരാളം ഉണ്ടായിട്ടുണ്ട്. കിറ്റൂര് റാണി ചെന്നമ്മ എന്ന് പറയുന്നവര് 10-30 കൊല്ലം മുമ്പാണ്. ജാൻസി റാണിക്ക് 30 കൊല്ലം മുമ്പാണ്. പല സ്ഥലത്തും പലതും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്, ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ. എന്ന് പറയുന്ന പോലെ മതം മാറ്റം ഉള്ളിൽ നിന്നുണ്ടായാലേ അത് ശരിയാവുള്ളൂ. ഏതായാലും ഇന്നത്തെ ചില മലയാള പത്രങ്ങൾ ഉൾപ്പെടെ ഈ പള്ളി അമ്പലമായി എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തിട്ടുണ്ട്. അത് സതുദ്ദേശപരമല്ല, കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സതുദ്ദേശപരമായിട്ടല്ല, ദുരുദ്ദേശപരമായിട്ടാണെങ്കിലും ഇങ്ങനൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ഒന്ന് ചർച്ച ചെയ്യാമെന്ന് വെച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.